ഹായ്, ഞാൻ മാസൽ മാത്യു. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി തൃക്കാക്കരയിൽ വീഗാലാൻഡ് അപ്പാർട്ട്മെൻറ്റ്സിലാണ്. മാസ് ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയ പ്രോജക്റ്റ് നമ്മളിവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് മിസ്റ്റർ ജയദീപിന് വേണ്ടി ചെയ്ത പ്രോജക്റ്റാണ്. ഈ ഫ്ലാറ്റ് നമുക്കൊരു 1400 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. ഇത് നമുക്ക് 3 BHK ഫ്ലാറ്റാണ്. ഇതിന് നമ്മൾ കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മളൊരു കൺസോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കൺസോൾ യൂണിറ്റ് വിത്ത് മിറർ അറ്റാച്ച് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വാൾ ഫുള്ളി എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട്, നമുക്കൊരു ലോങ് വാളായിരുന്നു വരുന്നത്. ആ വാൾ ഫുള്ളി എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാൾ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടു ദാറ്റ് നമ്മളൊരു TV യൂണിറ്റും അതിനോട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ബുക്ക് ഷെൽഫ്, അതിൻ്റെ ഒരു ആംബിയൻസ് മൊത്തത്തിലൊന്ന് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു ചെറിയൊരു ബുക്ക് ഷെൽഫ് മോഡലുള്ള റാക്കുകൾ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അലോങ് വിത്ത് ദാറ്റ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 5 സീറ്റർ കൗച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ 5 സീറ്റർ കൗച്ചിനോട് തന്നെ ചേർന്നിട്ട് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള സ്ലൈഡിംഗ് ഡോർ എൻട്രി ആൻഡ് എക്സിറ്റ് ആണുള്ളത്. പിന്നെ നമ്മൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ക്ലയൻറ്റിൻ്റെ മേജർ കൺസേൺ നമുക്ക് ഇതിൻ്റെ പ്രെയർ യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ നോർമലി ഉള്ള ഒരു പ്രെയർ യൂണിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് യുണീക്കായിട്ടുള്ളൊരു മോഡൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒരു ടെമ്പിൾ മോഡലിൽ വരുന്ന രീതിയിലുള്ള ഒരു പ്രെയർ യൂണിറ്റാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പ്രെയർ യൂണിറ്റിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അക്രലിക് ഫിനിഷിലുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് നമ്മളൊരു വൈറ്റ് മാർബിൾ ഫിനിഷാണ് ഈ അക്രലിക്കിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പ്രെയർ യൂണിറ്റിൽ നമുക്കൊരു വിളക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് വേണമായിരുന്നു. നമ്മളത് കുറച്ചൊരു ഗ്യാപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതൊരു പുൾ ഔട്ട് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്കിവിടെ വിളക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഹീറ്റോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സോ നമുക്ക് ആഫ്റ്റർ യൂസ് നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാനും പറ്റും. നമുക്ക് വിളക്ക് താഴെ നമുക്ക് ബോക്സിൽ നമുക്ക് പ്ലേസ് ചെയ്യാനും പറ്റും. ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ മെയിനായിട്ടും അതിനോട് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത്, ഒന്നാമത്തെ മെയിൻ വരുന്നത് നമുക്ക് അതിൻ്റെ ക്രോക്കറി യൂണിറ്റാണ്. ക്രോക്കറി യൂണിറ്റിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ അതിന് ഫ്രിഡ്ജിന് പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഏരിയ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയ്ക്ക് നമുക്ക് ഹൈലൈറ്റ് വാൾ പോലെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വാൾ, അതായത് ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡ് വാൾ നമ്മളൊരു ചെറിയ പാനലിംഗ് വർക്ക് കൊടുത്ത് അതിന് ബോർഡർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് ഒരു ഫോട്ടോസൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോർഷനായിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മെയിൻ ഒരു ഫാക്ടറാണ് നമ്മളിത് ഇവിടെ കൊടുക്കുന്ന വാഷ് യൂണിറ്റുകൾ. നമ്മളിവിടെ വാഷ് യൂണിറ്റ് ചെയ്തിരിക്കുന്നത് ഫുള്ളി മാറ്റ് ഫിനിഷ് സ്റ്റൈൽ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ അതിനെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഗോൾഡൻ ബോർഡഡ് മിററും അതിൻ്റെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ലൈറ്റ്, അത് ഗോൾഡൻ ഫിനിഷിൽ വരുന്ന ഒരു ലൈറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ നമ്മൾ കിച്ചൺ ഫുള്ളായിട്ട് ഒരു ബീജ് ആൻഡ് വൈറ്റ് തീമിലാണ് മുഴുവനായിട്ടും പോയിരിക്കുന്നത്. ഈ ബീജ് ആൻഡ് വൈറ്റ് തീമിൽ തന്നെ നമ്മൾ അതിനെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിന് ഗോൾഡൻ നോബുകളാണ് ഓവർ ഹെഡ് യൂണിറ്റുകളിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബേസ് ക്യാബിനറ്റ് വരുന്നത് മുഴുവനായിട്ടും ഹാൻഡിൽ ലെസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് യൂസ് ചെയ്തിട്ടാണ്. നാനോ വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ടോപ്പിൽ. പിന്നെ അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ വരുന്ന വാൾ ടൈല് നമ്മൾ ടോട്ടൽ മോഡുലാർ യൂണിറ്റുകളുടെ അതേ കളർ ബീജ് തീമിൽ തന്നെ വരുന്ന ഒരു കിറ്റ്കാറ്റ് മോഡൽ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഉള്ളത് ഒരു ഓപ്പൺ കിച്ചണാണ്. നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൈനിങ്ങിൽ നിന്നും കിച്ചണിലേക്ക് നമ്മളൊരു സെപ്പറേഷൻ ചെയ്തിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വെച്ചിട്ടാണ്. അവിടെ അതാണ് നമുക്ക് മെയിൻ ഒരു സെപ്പറേഷനായിട്ട് നമുക്ക് അവിടെ വരുന്നത്. പിന്നെ അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ടോപ്പിൽ 2 നോർമൽ ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ എൻട്രൻസ് ഏരിയ നമ്മളൊരു ഒരു വുഡൻ ലുക്ക് വരുന്ന പാനലിംഗ് കൊടുത്ത് നമ്മൾ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമ്മളത് ഫുള്ളി ഒരു ഫ്ലെമിംഗോ പിങ്ക് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ വാർഡ്രോബിൻ്റെ സെൻട്രൽ പോർഷൻ നമ്മളൊരു ബ്ലാക്ക് ടിൻറ്റഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം കൊടുത്തതാണ്. പക്ഷെ അതിനൊന്നുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ അത് നമുക്ക് ഹെൽപ്ഫുള്ളായി. നമ്മൾ വാർഡ്രോബിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഒരു സ്റ്റഡി ടേബിളും ഒരു ബുക്ക് ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ബുക്ക് ഷെൽഫിൻ്റെ ടോപ്പ് പോർഷനും നമ്മൾ ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനെ വൈറ്റ് ബോർഡർ ചെയ്ത് നമ്മളതിനെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്.